ഹലോ എവറിബഡി, സ്കൈലാൻഡ് അഡ്രസ് പ്രസൻസ് FTQ വിത്ത് മീ. ഞാൻ രേഖ മേനൻ. ഇന്ന് എൻ്റെ കൂടെ ചെന്നൈയിൽ എൻ്റെ മുമ്പിൽ ഞാൻ അവരുടെ വീട്ടിലിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അവരുടെ അതിഥിയാണ് ഞാനിന്ന്, സാക്ഷാൽ ജയറാം ആൻഡ് കാളിദാസൻ. നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ കാണുമ്പോൾ, കണ്ണനെ കാണുമ്പോൾ അത്ഭുതവും. എപ്പ എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ എപ്പ ചെന്നാലും ഞാൻ ആദ്യം നോക്കും രേഖാമേനൻ ഉണ്ടോ ഇനി ചെന്നൈക്ക് പോകാനായിട്ട്. നോക്കും, ഒന്നിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ പുറകെ കൂടെ ഒന്ന് വിളിക്കും നമസ്കാരം. ഇതൊരു 10-20 കൊല്ലമായിട്ട് നിങ്ങൾ ഈ നമസ്കാരം വിളിയുണ്ട്. അപ്പോ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുത്, ആശ കൊടുത്താലും ആശ 1000 കൊടുക്കണം. ശരിയല്ലേ? ആണോ? അതെ. രണ്ടുപേരും കൂടി 22 വർഷത്തിന് ശേഷം ഒരു സിനിമയിലേക്ക് വരികയാണ്, ആശകൾ 1000. ആശ ശരത്തും ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് ഞാൻ ആ ഒരു പ്രോമോയില് കണ്ടു. അപ്പൊ ഈ രണ്ടുപേരും 22 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റിന് യെസ് പറയാണ്. അപ്പൊ അതെന്തോ കാര്യമായിട്ടുണ്ട്. പറയൂ. ഇല്ല, ഞാന് കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു ഇവന്റിന് പോയപ്പോ നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ്, ജൂഡേട്ടനായിട്ട് ഇങ്ങനെ കുറെ നാളായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നിങ്ങനെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. അപ്പൊ ജൂഡേട്ടൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഒരു കഥയുടെ ഐഡിയ പറഞ്ഞു. അങ്ങനെ കുറെ സംസാരിച്ച് ചെറിയൊരു 1 ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറെ ഐഡിയാസ് വന്നിരുന്നു, അച്ഛൻ മോൻ അങ്ങനത്തെ ഇത് കുറെ വരാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു യൂഷ്വൽ വെറുതെ ഒരു സിനിമ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പൊ ഇനിയും നമ്മൾ രണ്ടുപേരും ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു സിനിമയായിരിക്കും, ഓഡിയൻസ് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ചെയ്യാന്ന്, അങ്ങനെ ആശകളായാലും അതാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇത് ഭയങ്കര സിനിമയാണ്, മഹോത്തര സിനിമയാണ്, ഇന്ന് വരെ ഞങ്ങൾ ചെയ്യാത്ത അങ്ങനത്തെ ആയിട്ട് ഒന്നും പറയുന്നില്ല. എന്തോ ഇതിനകത്തൊരു സ്പാർക്ക് തോന്നി, ഞങ്ങൾ രണ്ടുപേരും ചെയ്താൽ അത് കുറച്ചും കൂടി നന്നാവും തോന്നി. അതെ, സത്യം പറഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ ആടി ആടി വാതില് മുട്ടുന്നു, പടത്തിന്റെ വൈബ്. അത് ഇഷ്ടപ്പെട്ടാൽ പടം ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ പണ്ട് ജയറാമിന് അതുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ സത്യേട്ടന്റെ പടങ്ങളിലായിരുന്നു അച്ഛൻ, അല്ലേ? അതിന്നിപ്പോ അത് മകനും കൂടി ആയപ്പോ സന്തോഷമായി. അപ്പൊ ഈ ഒരു രണ്ടുപേരും കൂടി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുമ്പോഴേ ചില സമയത്ത് ഈ സിനിമയിൽ അച്ഛൻ മകനായതുകൊണ്ട് തന്നെ ചില സമയത്ത് ക്യാമറ ഉണ്ടെന്ന് മറന്നു പോയിട്ടുണ്ടോ? അതെ, മറന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് ഫ്രീ ഫ്ലോയിങ് ആയിട്ട്. പിന്നെ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യേണ്ട, ഇത് എഴുതിയിരിക്കുന്ന അരവിന്ദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടം. അപ്പോൾ അരവിന്ദും ജൂഡേട്ടനും കൂടെ കോ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഓരോ ആക്ടേഴ്സിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ നല്ല റൈറ്റിംഗ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ലൈൻസ് നമുക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ആ ലൈൻസ് പറഞ്ഞാൽ മതി, അത്രയ്ക്കും ഫീലുള്ള. അല്ല, എനിക്ക് തോന്നിയത് ഒരു പുതിയ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് സാധാരണ നമ്മൾ സ്ക്രിപ്റ്റിൽ ഒരു വിഷയം, ഇന്ന സീനിൽ ഇന്ന വിഷയം, അച്ഛൻ മകൻ്റെ അടുത്ത് ഇന്നത് പറയണം, അല്ലെങ്കിൽ മകൻ അച്ഛൻ്റെ അടുത്ത് അത് ഇന്നതൊക്കെ കൺവേ ചെയ്യണം ആ സീനിൽ എന്നുള്ളത്. ചിലപ്പോൾ 4 പേജിൽ 5 പേജിൽ ചിലവർ ചെയ്യും, ചിലവർ കുറച്ചും കൂടി അത് എലാബറേറ്റ് ആയിട്ട് ഇതായിരിക്കും. ഇത് ഒരു സീനിൽ ആകെ 2 ഡയലോഗ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കൺവേ ആവുന്നുണ്ട്. പുതിയ റൈറ്റർ പുള്ളി നന്നായി. നമ്മൾ ഈ പഴയ ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിംഗ് നമ്മൾ ഈ മുന്നോട്ടേക്ക് വന്ന് പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ, പ്രജിത്ത് അല്ലേ ഡയറക്ടർ, വടക്കൻ സെൽഫി ചെയ്താണ്. അപ്പോൾ ഇത് കണ്ണനോടാണ്. ഈ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴേ ഉപദേശങ്ങളുണ്ടോ? ഇല്ല, എനിക്ക് ശരിക്കും ലാസ്റ്റ് നമ്മൾ ചെയ്ത എൻ്റെ വീട് അപ്പൂൻ്റെ, എനിക്ക് ആശകളായിരം ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് ഷോട്ട് എൻ്റെ വീട് അപ്പൂൻ്റെയും കഴിഞ്ഞ് ഇതിലേക്ക് അങ്ങനെ ചാടിയ പോലെ ഉണ്ടായിരുന്നു. വേറെ 23 വർഷത്തെ ഗ്യാപ്പേ തോന്നിയില്ല. അതൊരു ഭാഗ്യം. അത് ബിക്കോസ് എന്താ അറിയോ, അത്രയും ഈസി ആയിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ ഇവന് ക്യാമറ ഭയമില്ലല്ലോ പണ്ടേ കൊച്ചുകുട്ടികാലത്തെ, അല്ലേ? അപ്പോൾ ഒരു പുതിയ ഒരു മലയാളത്തേക്ക് കുറച്ച് കാലത്തിന് ശേഷം വരണേ, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് യു എക്സ്പെക്ട് ഫ്രം ദിസ് ഫിലിം? ഐ എം ജസ്റ്റ് ഹാപ്പി. അറ്റ് ദ സെയിം ടൈം ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ എം വെരി സാറ്റിസ്ഫൈഡ് that I got to be part of a good film. അതല്ലേ എല്ലാ ആർട്ടിസ്റ്റും ആവശ്യം. പടം ചില സിനിമകൾ ഹിറ്റാവും, ചിലത് വർക്ക് ആവാതെ പോവാം, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ്. ഐ ഫീൽ ഹാപ്പി that I've given my best in the film. ബാക്കി ഇനിയും ആൾക്കാർ പറയട്ടെ. അതെ, അത് ശരിയാണ്. നമ്മൾ എത്രയോ സിനിമകൾ നല്ല ആഗ്രഹിച്ച് ചെയ്തിട്ട് ഓടാതെ പോയ സിനിമകളുണ്ടാവും, പക്ഷെ പിൽക്കാലത്ത് ആൾക്കാർ പറയില്ലേ. ഇപ്പോ സന്ദേശം എന്നുള്ള സിനിമ, അത് അന്ന് തിയേറ്ററിൽ അത്ര വലിയ ഹിറ്റൊന്നുമില്ല. 35 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ
കണ്ണൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടേ ജയറാം അയ്യോ ഇത് എൻ്റെ വീട്ടിലെ കുഞ്ഞു മോനിൽ നിന്നും ഇവനൊരു നടനായി എന്ന് തോന്നിയൊരു സിനിമ ഏതായിരുന്നു? അല്ല, കണ്ണൻ ഒരു ആക്ടറാവും നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ലല്ലോ. സത്യനന്ദിക്കാരൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള പടം ഷൂട്ടിംഗ് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞ് ആദ്യം അഭിനയിക്കാൻ വന്നവൻ്റെ ചെക്കൻ പനി പിടിച്ചു പോയി. അത് കഴിഞ്ഞ് വേറൊരാളെ കൊടുന്നു, അത് ശരിയായില്ല. അപ്പം ഇനി എന്ത് ചെയ്യും, പുതിയൊരാളില്ലാതെ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലളിത ചേച്ചിയാണ് പറഞ്ഞത്, ജയറാമിൻ്റെ മോനില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്കെന്ന്. അങ്ങനെയാണ് ഞാൻ വിളിച്ച് അശ്വയോട് ചോദിച്ചു, ഇങ്ങനെ ചോദിക്കേണ്ടത്, ഞാൻ റെഡി. അപ്പം തന്നെ ഇറങ്ങി. എന്തൊരു രസമായിരുന്നു ആമ, ഓർമ്മയില്ലേ? ഇത്ര വലിയ ആമ. അതിപ്പോ നമ്മുടെ പടത്തിന്റെ ഗ്ലിംസ് വന്നപ്പോ ആ ക്ലിപ്പ് ട്രെൻഡായി. അതെ, അത് മാത്രം അതാണ് ഇവനൊരു വളരെ നാച്ചുറൽ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സീൻ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ താക്കോല് 4 കൊണ്ട് കളഞ്ഞു. എന്നിട്ട് വീടിൻ്റെ അകത്ത് ചെന്ന് ഞാനൊക്കെ നാട്ടുമ്പുറത്തെ സ്കൂളിൽ പറ്റും നിന്റെ മാതിരി ടൈയും കോട്ടും തൊട്ടിട്ടല്ല സ്കൂളിൽ പോയിരുന്നു. കാലൊടിഞ്ഞ് ബെഞ്ചിൽ കാകെ ശബ്ദം ഉണ്ടാക്കി അതിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഓർമ്മിപ്പിക്കാനോ ഞാൻ ഇങ്ങനെ പോസ്റ്റിന്റെ അടിയിലിരുന്നാ പഠിച്ചെന്നും അത് പറയാൻ പറ്റില്ല, കാരണം പഠിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പറയും ഞങ്ങള് ഭയങ്കര ബോയ്സ് ഹൈസ്കൂൾ ഭയങ്കര അത് ഇതെന്നൊക്കെ പറയും. അതെ, പക്ഷേ അതിപ്പോഴും ഉണ്ട്, ഭയങ്കര ഇമോഷനാ ആണല്ലേ. സാധാരണ നിലയിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ജയറാമിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ട്രെയിറ്റ് അഭിനയിക്കുമ്പോൾ ഒരിക്കലും കോപ്പി അടിക്കരുത് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും സീക്രട്ട് ആയിട്ട് കോപ്പി ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കോൺഷ്യസ് ആയിട്ട് കോപ്പി മീൻസ് അത് വന്നു പോകും. അത് ഞാൻ കോൺഷ്യസ്ലി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും വിചാരിച്ചിട്ടില്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നത് ഇപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഹീസ് മൈ ഫാദർ. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക്സും ട്രെയ്റ്റ്സും എന്തായാലും ഉണ്ടാവും. അത് ഞാൻ വേണമെന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചിട്ടില്ല, എന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യണം എന്നും ചെയ്തിട്ടില്ല. എന്റെ പെരുമ്പാവൂർ കഥകൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. അത് ഏതാ ഏറ്റവും ഇഷ്ടമുള്ള പെരുമ്പാവൂർ കഥ? ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്റെ ബോയ്സ് സ്കൂൾ കഥകള്, പെരുമ്പാവൂരിലെ വീരകഥകള്, ഇതൊക്കെ ഒറിജിനൽ ആണോന്ന് ദൈവത്തിന്. വീരകഥകൾ കേൾക്കുമ്പോൾ നമ്മൾ സംശയിക്കണം. അതെ, പക്ഷെ അങ്ങനെ ആനക്കഥകളാണ് അധികം കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പണ്ട് താങ്കളെല്ലാവരും മറ്റുള്ളവരെല്ലാവരും സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ താങ്കൾ ആനക്കുട്ടിയുടെ ഫോട്ടോസ് അല്ലേ കളക്ട് ചെയ്തിരുന്നത്? ഒരുപാടുണ്ട് അല്ലേ? അറിയില്ലേ? ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആനക്കാരനാവണം എന്നുള്ളത്. അയ്യോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനക്കാരനാവണം എന്നുള്ളതിന്റെ സ്കൂളിലും എല്ലാം പഠിക്കുന്നു. ശരിക്കും ഒരുപക്ഷെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസം മുമ്പോട്ട് പോകാതെ അങ്ങനെ പോയി ഞാൻ ആനക്കാരനായി. ആണ്. എന്തോ ആനയെ കാണുമ്പോൾ എന്തത്ര ഇഷ്ടം. അല്ല, അത് പിന്നെ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ. പേടിയുള്ളവരുണ്ട് ആന കണ്ട. മനസ്സുകൊണ്ട് എന്നാ പിന്നെ ആനക്കാരനായേക്കാം അങ്ങനെ ആഗ്രഹിച്ചല്ലേ. എന്റെ പെരുമ്പാവൂർ അമ്പലത്തിൽ അന്നത്തെ കാലത്ത് വരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ആനകളുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയുണ്ടാവും. പഴയ ഷേണായിയുടെ മുണ്ടുവാലിൽ ആന ഉണ്ടായിരുന്നു, ഒരു വാലുമുറിഞ്ഞ ആന. അത് പിന്നെ പെരുമ്പാവൂർ ഗോപാലൻ, പിന്നെ മഴുവന്നൂർ വാരരാന, പിന്നെ സൗത്ത് ഇന്ത്യൻ ജലാലിൻ്റെ ആന. അങ്ങനത്തെ ഉള്ള ആനകളൊക്കെ എനിക്ക് ഭയങ്കര കുട്ടിക്കാലത്ത്. പിന്നെ കോടനാട് രവി, താപ്പാനയായിരുന്ന രവി, ഈ ആനകളൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ വരിക. അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ അടുത്ത സ്ഥലത്തേക്ക് ഒരു 7 കിലോമീറ്റർ നടക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകും. അപ്പം ആ പാപ്പാന വലിയ കോല് ചിലപ്പോൾ കയ്യിലേക്ക് തരും, അതും പിടിച്ചോണ്ട് പുറകെ നടക്കും. ഭയങ്കര പ്രൗഡാണ്, അത് കയ്യിലേക്ക് തന്നു അതും പിടിച്ചു കൊടുക്കും. അടുത്ത സ്ഥലത്ത് അതിനെ കഴുകാൻ ഇറക്കുമ്പോൾ ചകിരി എടുത്തു കൊടുക്കും, കല്ലെടുത്ത് കൊടുക്കും വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉരച്ചോളെന്ന് പറയും, അത് വരയ്ക്കും. ആഗ്രഹം വരുന്നത് അന്ന് പെരുമ്പാവൂർ ഭാഗത്ത് എത്ര ആനകളുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഈ തടിമില്ലുകൾ, സ്വാമിൽസ് ഏറ്റവും കൂടുതൽ. ആനകളെ കണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ടോ ആനയുടെ നഖം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ആളുടെ നഖം, അങ്ങനെയൊക്കെ നഖം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ ആളെ കണ്ടറിയാം. പിന്നെ ഓരോ ആനയ്ക്ക് ഓരോ മുഖച്ഛായ ഉണ്ട്, അത് ആനയെ അറിയാവുന്നവർക്ക് അറിയാം. ഇല്ലില്ല, അത് ചുമ്മാ പറയുന്ന നുണയാണ് പറയുന്നത്. സത്യം ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർ ചോദിച്ചു, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഇന്ന ആനയാ വരുന്നത് പറയും. നെറ്റിപ്പെട്ട കെട്ടിയാ പറയാൻ പറ്റില്ല, അല്ലാതെ പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റും. അത് ശരിക്കുള്ള പാഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. സിനിമ ഭ്രാന്തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ചെണ്ടക്കാരനാവണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. അതും പായി. ആനയുണ്ട്, ചെണ്ടയായി. ഇതേപോലെ ഉത്സവത്തിന് വലിയ വലിയ മേളക്കാർ അന്ന് വരുമ്പോഴൊക്കെ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുക, ഇത് കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആരാധനയോടുകൂടി അവരെ നോക്കി വീട്ടിലൊന്ന് ഡെസ്കിൽ കൊട്ടുക, അച്ഛൻ്റെ അടി മേടിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന് അടിക്കാൻ സമ്മതം ഉണ്ടായിട്ടോ? അടിയിട്ടിണ്ടോ? ഇല്ല. അതാണ് അത് നല്ലൊരു കാര്യമാണ്. കാരണം എങ്ങനെയാ പിന്നെ ശാസന എങ്ങനെയാ? അടിയല്ലെങ്കിൽ ശാസിക്കോ? അശ്വതിയാണോ അതോ ജയറാമാണോ? അമ്മയായിരിക്കല്ലേ. പക്ഷെ ഇദ്ദേഹം അമ്മക്കുട്ടിയല്ലേ? രണ്ടുപേരും അതല്ലേ? കഷ്ടപ്പാവുണ്ട്. അല്ല, ചില സമയത്ത് നമുക്കൊരു, അതായത് അമ്മയോട് തുറന്നു പറയാൻ പറ്റാത്ത ഒന്നും അവർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ അവരെ വളർത്തിയിട്ടുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതെ,
എപ്പോഴും നമുക്ക് എന്തെങ്കിലും തുറന്നു പറയാൻ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഫ്രണ്ട്സിനെ ഇത് ചെയ്യുന്നത്, വേറെ ആളെടുത്ത് പറയാൻ പോകുന്നത്. ഇത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 99.9% അമ്മയോട് അവർ കൺവേ ചെയ്യാറുണ്ട് എല്ലാ കാര്യം. എന്നിട്ടും കൺവേ ചെയ്യാത്ത ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താരണിയായിട്ട് ലവ് എന്നുള്ളത് 6 മാസം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പൊക്കിയവർ എങ്ങനെ അത് പൊക്കി? ഞാനില്ല, മോളെ കണ്ടുപിടിച്ചു. ചക്കി ചക്കിക്ക് ഇങ്ങനത്തെ സി ചക്കിയോടും പറഞ്ഞില്ലേ? ചക്കി എടുത്തൊക്കെ ഇല്ല, ചക്കി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, കണ്ടുപിടിച്ചത് മിടുക്കി പൊക്കും. കാരണം ചക്കിയുടെ കാറില് താരണിയുടെ ഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പൊക്കിയത്. പക്ഷെ എന്തായാലും ഐ വാസ് ഗോയിങ് ടു ടെൽ. പക്ഷെ എന്നാലും ആ പൊക്കിയ സമയത്ത് എന്തായിരുന്നു? അതിന് മുമ്പേ ഞാൻ പറഞ്ഞു, അതിന് മുമ്പേ ഞാൻ പറഞ്ഞു. ഇടയ്ക്ക് ബോംബെ പോയിട്ട് എനിക്കൊരു ഹിന്ദി പ്രൊഡ്യൂസേഴ്സിനെ 2 പേരെ മീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതിൽ ചക്കി പറഞ്ഞു കള്ളത്തരം ഉണ്ടപ്പാ, ഹിന്ദി പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ബോംബെക്ക് പോയത്. ഏത് ഹിന്ദി പ്രൊഡ്യൂസർ? ഏത് ഹിന്ദി പ്രൊഡ്യൂസർ? അത് കള്ളത്തരമാണ്, വേറെന്തൊരു കാര്യത്തിന് പോണെന്ന്. ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് അങ്ങനെ അത് പിടിച്ചു. നല്ല കാര്യത്തിനാണ് പിടിച്ചത്. പക്ഷെ നല്ല മോള ലിറ്റിൽ. അതെ, ഒരു ദിവസം വൈകുന്നേരം അപ്പ ഒരാളെന്ന് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ കയറി വീട്ടിലേക്ക് വന്ന അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇനി പോണ്ട, ഇനി ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് പണ്ടത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ട് അതൊരു ഭാഗ്യം. ഒരു സിനിമ സെറ്റിൽ 2 പേരും കൂടി ഇരിക്കുമ്പോഴേ ഇപ്പോൾ ഇതിന് ഈ ആശകളായിരത്തിൽ തന്നെ ഇപ്പോൾ 2 സീനിലൊക്കെ ഏകദേശം ഒരു കൗണ്ടർ അച്ഛനും മകനും ഇങ്ങനത്തെ ഒരു വൈബിളുള്ള സിനിമ ആയതുകൊണ്ട് അതെങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുന്നില്ലേ, അതേപോലെ ഡയലോഗ് പറയുന്നു, മറ്റേ ഡയലോഗ് പറയുന്നു, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഓവറായിട്ട് അതിന് പ്രിപ്പറേഷനോ ഒരുപാട് പ്ലാനിങ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇന്ന ഡയലോഗിൽ ഇന്ന എക്സ്പ്രഷൻ അങ്ങനൊന്നും ഇല്ല. നാച്ചുറലായിട്ട് ആ സീൻ എങ്ങനെ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തോന്നും ഇവിടെ കുറച്ച് ബെറ്റർ ആക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുന്നു. പക്ഷേ ജയറാമിന് മോൻ സിനിമ തുടങ്ങിയ സമയത്ത് കണ്ണൻ കൊച്ചുകുട്ടിയ സമയത്ത് ജയറാമിന് അച്ഛൻ്റെ സിനിമ വരുന്നതായിരുന്നു. കുറച്ചുകൂടിയും പ്രായം കൂടിയപ്പോൾ തോന്നും അതാ ജയറാം എന്ന നടൻ്റെ സിനിമ, അതായത് മനസ്സിൽ അനലൈസ് ചെയ്യാനും വിലയിരുത്താനൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു എവല്യൂഷൻ അച്ഛൻ്റെ ഒരു സിനിമാ ജീവിതം നോക്കി കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? വാട്ട് വാസ് ദാറ്റ്? ഡെഫിനറ്റ്ലി. എനിക്ക് ഈവൻ ദോ അപ്പാടെ ഒരുപാട് ഹിറ്റായ സിനിമകളെക്കാളും എനിക്ക് ആസ് എൻ ആക്ടർ, ഇപ്പം ഞാൻ സിൻസ് ഐ എം പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി, ഐ എം എൻ ആക്ടർ, ഞാൻ ഒരുപാട് നോക്കി കാണുന്ന ചില ഫിലിംസ് ഉണ്ട്, ലൈക്ക് കേളി, അപരൻ, ശേഷം, അങ്ങനത്തെ ഫിലിംസ്, ഇപ്പോൾ തൂവൽ കൊട്ടാരം, ഇതൊക്കെ പെർഫോം ചെയ്യാൻ ഈ കാണുമ്പോൾ ഈസിയാന്ന് തോന്നും, വെരി ഡിഫിക്കൾട്ട്. അത് ജയറാമിൻ്റെ ഒരു ഭാഗ്യം. എന്ന് വെച്ചെങ്കിൽ ആദ്യകാലത്ത് കുറേ ഈ മുഖം നല്ല സുന്ദരനായതുകൊണ്ട് കുറേ നന്മ, മൂന്നാം പക്കം, നന്മയുണ്ട്, എല്ലാ സിനിമയിലും നന്മയുണ്ട്. പക്ഷെ എന്നോട് എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ പ്രാരാബ്ദമുണ്ട്. ഭാര്യയുടെ വീട്ടില് ഒറ്റപ്പാലം സൈഡായിരിക്കും വീട്, പ്രാരാബ്ദമുണ്ട്, 3 പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനുണ്ട്, അതുണ്ട്, തരികിട കാര്യങ്ങള്, അത് ഇത്, സ്നേഹിക്കുന്ന പെണ്ണ്, അതിനെ എതിർക്കുന്ന ആങ്ങളമാര്, വലിയ ആങ്ങളമാര്, ഗ്രൂപ്പ് തല്ലാൻ വേണ്ടി നടക്കുന്നവര്. അത് അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഫിലിമാണ് കാരുണ്യം. അതെ, അതാണ് ജയറാമിന്റെ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഈ പ്രാരാബ്ധങ്ങളിൽ നിന്ന് പിന്നെ ഒരു മറുപുറം വന്നു. ഓർമ്മയുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ ശേഷം കേളി, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഓസ്ലറിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഫിലിമോഗ്രഫി ഹാസ് ആക്ച്വലി ഇവോൾവ് ഭയങ്കര രസമായിട്ട്. ഞാൻ കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തു, ഓൺലൈനിലായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം വെച്ചെങ്കിൽ അന്നൊരു സിനിമ, ഏത് സിനിമ എനിക്കറിയില്ല, പെട്ടെന്ന് സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ, കാരണം എല്ലാവരും ഇങ്ങനെ വർക്കില്ലാതിരിക്കുന്ന സമയത്ത് ഉടനെ ഓടി പൂജാമുറിയിലേക്ക് പോയെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ കാര്യം? മകളുടെയാണ്. സത്യേട്ടൻ എന്നെ വിളിച്ചു പറയുന്ന അടുത്ത പടത്തില് ജയറാമാണ് ഹീറോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പൂജാമുറി, അതായത് ഒരു 2019 ഇങ്ങനെ ആലോചിച്ചു, ഈ ഒരേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ ടൈപ്പ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി മലയാളം ചെയ്യണ്ട, കുറച്ചൊരു ബ്രേക്ക് എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ദാറ്റ്സ് ബെസ്റ്റ്. മറ്റ് ലാംഗ്വേജിൽ കുറേ സിനിമകൾ വന്നു, തെലുങ്ക്, കന്നഡ, തമിഴ്. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മലയാളം നല്ലത് വരുമ്പോൾ മാത്രം ചെയ്യാന്ന്, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യാൻ കുറേ സിനിമകൾ വന്നു. ഒന്നും നമുക്കൊരു ഇതായിട്ട് തോന്നില്ല, അതിനൊരു സ്പാർക്ക് ഇല്ല, ഒന്നുമില്ല, ആസ് യൂഷ്വൽ വന്ന് ഇങ്ങനെ ജയറാം ചെയ്യുന്ന അത് ഓഡിയൻസിലേക്ക് എത്തില്ല നമുക്ക് തന്നെ തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ വന്ന സിനിമയായിരുന്നു ഒന്ന് ഓസ്ലറും ഒന്ന് സത്യേട്ടൻ്റെ വിളി വരുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല. മകൾ എന്നുള്ള സിനിമ വന്നു, അത് ഭയങ്കര ത്രില്ലായിരുന്നു. അതാണ് ഓടി പൂജാമുരളി, സത്യേട്ടനോട് തന്നെ പറഞ്ഞു 1 മിനിറ്റ് ഒന്ന് ഞാൻ പൂജാമുരളിലേക്ക് ഓടിക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം ആർക്കാണ് ഏറ്റവും ടെൻഷൻ ഉണ്ടാവുക?
എനിക്കായിരിക്കും. ആണല്ലേ ഇവന്? അത് നമ്മൾ ചെയ്തു കഴിഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ പുതിയ കയ്യിൽ നിന്ന് generation പോയി കണ്ടത്. കഴിഞ്ഞു. ആ. ഇപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കയ്യും കാലും പറയും. ഫസ്റ്റ് ഡേ എപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ വൺസ് അത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 2-3 ഷോട്ട് കഴിയുമ്പോൾ ഈസ്റ്റ് ഇൻ ടു ഇറ്റ്. അതെ. പിന്നെ ഈ ഒരു സിനിമയുടെ കഴിഞ്ഞ് നമ്മളെപ്പോഴും ഗ്രാഫ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ 2 പടം ഓടിയ 3 പടം പൊട്ടി അങ്ങനെ തന്നെ. പക്ഷെ ആ സമയത്തൊക്കെ പിടിച്ചു നിന്ന ഒരു ശക്തി എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഫോർ യു ഇസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. എന്നെ ചുറ്റി അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ബെസ്റ്റ് ഡയറക്ടേഴ്സ്, ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, എന്തൊരു കോ ആർട്ടിസ്റ്റ് ആയിരുന്നു എൻ്റെ കൂടെ. അതെ, ആലോചിച്ചു നോക്ക്, ചുറ്റും നിന്നതൊക്കെ ആരൊക്കെയാണ്. ജഗതി ചേട്ടൻ തൊട്ട് ടിനിയേട്ടൻ തൊട്ട്, അല്ലെങ്കിൽ രാജൻ പേദേവ് തൊട്ട്, നരേന്ദ്ര തൊട്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തൊട്ട്, മാമുക്കോയ തൊട്ട്, ലളിത ചേച്ചി, മീന ചേച്ചി, സുകുമാരി ചേച്ചി, അങ്ങോട്ട് ഒരു ഇപ്പുറത്തെ ഫുൾ ചുറ്റി നിൽക്കുകയല്ലേ. എത്ര പേരാണ്, ശങ്കരാടി ചേട്ടൻ, എണ്ണമറ്റാണ് പറയുന്നത്. എനിക്ക് എല്ലാവരുടെ പേരും പെട്ടെന്ന് ഇന്നസെന്റ് ഭാര്യയുടെ പറയായിരുന്നു ഉണ്ട്, ഞാൻ പറയുന്നത് അത്ര പേരാണ്. അപ്പൊ അതിന്റെ നടുക്ക് നമ്മൾ നിന്ന് കൊടുത്താൽ മതി, തിരിഞ്ഞു നോക്കേണ്ടി വരും. അതെ, ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫെയിലിയർ എങ്ങനെയാ സാധാരണ? കണ്ണന് ശരിക്കും മിസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തുള്ള ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ. ഇപ്പൊ ഒരു തിലകൻ ചേട്ടന്റെ കൂടെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ലോ, അപ്പൊ ഒരു ജഗതി ചേട്ടന്റെ കൂടെ എനിക്ക് സിനിമ ചെയ്യാം, അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഫെയിലിയർ ആസ് ഇൻ I totally believe in myself. I am very confident in myself. അപ്പോൾ I know if I fail I'll come back stronger. കാരണം എനിക്കിത് മേ ബി കേൾക്കുന്നവർക്ക് ഇവൻ കുറച്ച് അഹങ്കാരിയാണോ അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല, ബിക്കോസ് I know I'm confident in my craft. സോ എപ്പോഴും ഓഡിയൻസ് നോക്കുമ്പോഴേ തമിഴ് ഓഡിയൻസ്, മലയാളം ഓഡിയൻസ്, ഞങ്ങൾക്ക് പല ഏത് ഓഡിയൻസിനോട് കൂടുതലായിട്ട് ഈ എഫെക്ഷൻ കൂടുതൽ കിട്ടിക്കണ ഏത് ഓഡിയൻസ് എന്നാ? അങ്ങനെയില്ല, സിനിമ എന്നല്ലേ. ബട്ട് ഞാൻ തുടങ്ങിയത് മലയാളത്തിൽ നിന്ന്. അതെ, എന്നെ ഇപ്പോഴും എല്ലാവരും കണ്ണെന്നാണ് വിളിക്കുന്നത്. കാളിദാസ് എന്നുള്ള പേര് പോലും ചിലർക്കറിയില്ല. അപ്പോൾ അവരെന്നെ ഒരു വീട്ടിലെ ഒരു പയ്യനായിട്ടാണ് കാണുന്നത്. അത് കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർ എത്രയോ വർഷം ആക്ട് ചെയ്താണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. ഐ എം വെരി ഫോർച്ചുനേറ്റ്. ഐ നോ ഐ എം പ്രിവിലേജ്ഡ് to be born in this family. And I'm not going to deny the fact that I'm a nepo kid. അപ്പോൾ ഈ കോൺഫിഡൻസ് ആണ് നമ്മൾ പണ്ട് പറയില്ലത് അല്ലേ? നമുക്ക് പറയാത് വേണോ വേണ്ടോ, പക്ഷേ ഈ ജനറേഷൻ അത് കുഴപ്പമില്ല. അതില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് സത്യം. പക്ഷേ വീട്ടിൽ ഞാൻ അന്നും എന്നും പറയുന്നു, തങ്കം വാസ് എ ബെസ്റ്റ് ക്യാരക്ടർ അല്ലേ അവൻ ചെയ്തത്. ട്രാൻസ് വുമൺ, കണ്ണിൽ എന്നും അത് കണ്ടാൽ കരച്ചിൽ വരും, അത്ര അസലായിട്ട് അവൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഈ വീടിനെ കുറിച്ച് ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടച്ചാൽ പിന്നെ ഈ വീടിനകത്ത് തന്നെയാണ്. അധികം അങ്ങനെ വല്ലപ്പോഴും പുറത്തേക്ക് പോകണം, ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞാനിങ്ങനെ എന്താ പറയുക, ഈ മറ്റേ കുട്ടി പോട്ട പൂരമാരി എന്ന് പറയും തമിഴില്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോയി എനിക്ക് മേളിൽ കുറച്ച് ചെടികളും മറ്റേതൊക്കെ ഉണ്ട്. ഈ മേളിലെ ചെടികളൊക്കെ കണ്ടില്ല, ഈ പുറകിലെ ചെടികളൊക്കെ കണ്ടില്ല. ഇതിനൊക്കെ രാവിലെ വരിക, ഉണങ്ങിയ ഇലകളൊക്കെ വെട്ടുക, വെള്ളം ഒഴിക്കുക. വർത്താനം പറയില്ല, എന്നാലും നിറയെ ചെടികളുണ്ട്. എനിക്ക് പുറകിൽ നിറയെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ അത് കർഷകനുണ്ട്. അപ്പൊ അത് മുമ്പിലുള്ള ചെടികള്, എനിക്കിവിടെ പട്ടിയുണ്ട്, 2-3 പട്ടികൾ, അതുങ്ങളുടെ കൂടെ കാലത്ത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ജോലികൾ ഇങ്ങനെ കാലത്തൊരു 6 മണി കഴിഞ്ഞാൽ ബെഡിൽ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരൊക്കെ എണീച്ച് വരുമ്പോഴത്തേക്ക് നല്ല സമയമാവുന്നതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് നിറയെ സമയം കിട്ടും. അതെ, എത്ര മണിക്ക് എനിക്കും ഒരു മിനിമം 10 മണിയാവും മിനിമം. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അതെ. ഒരു 10-30 കൊല്ലമായില്ലേ വീടുണ്ടാക്കിയിട്ട്? ഇപ്പോൾ 30 വർഷമായി. 30 വർഷമായി. പുതിയത് മാറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ, ഒരു സ്പിക്ക് ആൻഡ് സ്പാൻ, വളരെ നല്ല വൃത്തിയായിട്ട്. അത് വെരി നൈസ് ഹൗസ്. ഞാൻ പണ്ട് ഞാൻ ഗ്ലാസിനെ പറ്റി ഞാൻ കേട്ടു, എപ്പോഴും അശ്വതി പറയും. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീട് ഇത്ര വൃത്തിയാക്കി വെക്കാൻ. അല്ലേ, നിങ്ങളാരും വീട്ടിലില്ലേനും, അതുകൊണ്ടായിരിക്കും വൃത്തിയായിട്ടിരിക്കുന്നവ. തനിക്ക് ഈ വീട് വരുമ്പോൾ എന്താ സംതിങ് വാട്ട് യു ഫീൽ ടുഗദർ? ഒരു സ്പേസ്, ഒരു കോർണർ ഉണ്ടോ വീട്ടിൽ? ഡെഫിനറ്റ്ലി. എൻ്റെ റൂം എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. കാരണം ആ റൂം എല്ലാം കണ്ടിട്ടുണ്ട്. എൻ്റെ സാഡ്നെസ്, മൈ ഹാപ്പിനെസ്, ഇറ്റ്സ് സീൻ എവറിത്തിങ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഐ ലൈക്ക് ടു ബി ബൈ മൈ സെൽഫ്. ഈവൻ ഇഫ് താരനി ഈസ് ദെയർ, എനിക്ക് എൻ്റെ മീ ടൈം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഐ ഡോണ്ട് ലൈക്ക് ടു സം പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗുഡ്
ചിലർ പറയും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഷെയർ ചെയ്യണം, അപ്പൊ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്കെന്തോ അത് കുറച്ചു നേരം ഇഫ് ഐ ബി ബൈ മൈ സെൽഫ് അത് സോർട്ട് ഔട്ട് ആവും. നിങ്ങൾ രണ്ടുപേരും സാജിറ്റേറിയസ് അല്ലേ? ഡിസംബർ 10 ഡിസംബർ 16. 16. ആ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? താങ്കൾ എല്ലാം അങ്ങനെ ഉള്ളിലേക്ക് എടുത്തു വെക്കുമോ അതോ? അപ്പൊ അത് സാജി സ്വഭാവമാണ്. മേ ബി. ബട്ട് ഹി ഷെയർസ് എവറിത്തിങ് വിത്ത് അമ്മ. ഈവൻ മൈ സൺ സാജിറ്റേറിയസ്. അവരെല്ലാം വന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിചാരം. ഇനി അറിയാം, ബോംബെക്ക് പോകണമെങ്കിൽ അറിയാം. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഒരു കോണല്ലേ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ ചില വീടിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഒരു ഓർമ്മയിൽ പിന്നെ വരും. അങ്ങനെ ഈ വീടിന് അങ്ങനത്തെ ഒരു ഇതുണ്ടോ? എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും, ചിലർ പറയും ഓ ആ വീട്ടിൽ ഞാൻ ആ കോണറിൽ നിന്നാണ് ഡിസിഷൻ എടുത്തത്. എനിക്ക് അല്ല, ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വീടിന്റെ ചിലപ്പോൾ കേൾക്കാൻ കുറച്ച് കോമഡി ആയിരിക്കും, പക്ഷെ സത്യമായിട്ടും ഞാനൊന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി വരും. സീരിയസ്ലി, ഇത് മേ ബി കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ ഞാൻ എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇത് എന്തായിരിക്കും ഡിഫിക്കൽട്ടി ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്, ഞാൻ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭയങ്കര ക്ലാരിറ്റി വരും. മേ ബി അത് പീപ്പിൾ ഹു ആക്ച്വലി ഗോ ടു ദ ജിം ദേ വിൽ റിലേറ്റ് ടു ഇറ്റ്. ആ ഒരു ക്ലാരിറ്റി. 3 പട്ടിക്കുട്ടികളുണ്ട്. അതെ, അതിനെ കുറെ എന്നെ കടിക്കാൻ നോക്കി, ചക്കടും. എങ്ങനെയാ ഈ പെറ്റ്സിനോട് സ്നേഹം വന്നേ? എനിക്ക് ഭയങ്കര ഭ്രാന്ത ആണല്ലേ? സോ ഗുഡ് ഹസ്കി. അവൻ എന്നോട് എല്ലാവർക്കും നല്ല പരിചയം കേട്ടോ. എന്നെ പരിചയമൊന്നും ഇല്ല, പക്ഷെ ആരും എന്നെ അങ്ങനെ ഉപദ്രവിച്ചോ അങ്ങനെ നോക്ക് കള്ള ലക്ഷണം ഒന്നും ഉണ്ടായിരുന്നു. അവൻ വില്ലനാ ഹസ്കി. ഗ്രേഡ് ആൻഡ് പാവ ബണ്ടി. മറ്റേവനും വില്ലനാ ചെറുത്. രക്ഷയില്ല. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരുപാട് പെറ്റിനെ ആനെ വീട്ടിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് പട്ടികളാക്കിയത് മാത്രം. വളർത്താത്ത ജന്തുക്കളില്ല. ആണല്ലേ? അന്നൊക്കെ പെരുമ്പാവൂർ ഈ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. ഇന്നത്തെ പോലെ റെസ്ട്രിക്ഷൻ ഇല്ല, ഇന്നതിനെ വളർത്താൻ പാടില്ല. ഞാൻ ഒരു പെറ്റിനെ ചോദിച്ചിട്ട് ഇവരാരും എനിക്ക് മേടിച്ചിരുന്നില്ല പണ്ട് കാലത്ത്. അല്ല, ഇപ്പോ ഒരു ബോൾ പൈത്തനെ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ നാള് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാരും അമ്മ പറഞ്ഞു ഒന്നില് ബോൾ പൈത്തൺ ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോകുന്നു. അതൊന്നും ചെയ്യില്ല, പാവ. അത് നമുക്കറിയാലോ, അതൊന്നും ചെയ്യൂല്ലോ. അത് 10 ദിവസത്തിൽ ഒരിക്കലും ഒരു എലി ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഈ എലി, ഫ്രോസൺ എലിയെ മേടിക്കുക, അത് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക, അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൂടി. ഒന്നില് പാമ്പോ അല്ലെങ്കിൽ ഞാൻ. സമാധാനം അത് വേണ്ടടാ. എനിക്ക് സഹിക്കാൻ പറ്റി കേട്ടാ 4 ദിവസം ഉറങ്ങാൻ പറ്റില്ല. അല്ല, ഇത് ഇവൻ പറയുന്നത് ഈ ബോൾ പൈത്തൺ ഇപ്പൊ എല്ലാരും വളർത്തുന്നതൊക്കെ തന്നെയാണ്. ശരി, കുറേശ്ശെ ഇൻട്രസ്റ്റ് ഉണ്ട്. ബോൾ പൈത്തൺ ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് കേൾക്കണ്ട, മതി, നമുക്ക് അടുത്ത ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും കാണാൻ ആരെങ്കിലും ബോൾ പൈത്തൺ. ഒരു ബോൾ പൈത്തൺ പ്ലീസ്. പേര് രാജാമണി. അത് അവര് പറയുന്ന പേര് തന്നെയാണ്. ഓക്കെ, അടുത്തത്. സാധാരണ ഒരു അച്ഛൻ ഇത്ര വലുതായ ഒരു മകനുണ്ടെങ്കിൽ പറയാവുന്ന ഡയലോഗുകളുണ്ട്. നീ കുറച്ചു കാലമേ ലേറ്റ് ആയിട്ട് വരുന്നു, നീ ഒരുപാട് കുറച്ച് സമയം, ഞാൻ കുറച്ച് നേരം നോക്കണു, നീ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ കാലത്തൊക്കെ വരണേ. രണ്ടാമത്തെ പോയിന്റ്, ഒരുപാട് പൈസ ചെലവാക്കുന്നു, ആവശ്യത്തിന് ചെലവാക്കിയാൽ പോലെ വീട്ടെന്തെങ്കിലും ചെലവാക്കി കൂടെ. മൂന്നാമത്തെ, ആ കൂട്ടുകെട്ട് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവിടെ പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. ഇങ്ങനെയുള്ള സ്ഥിരം വീട്ടിലൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒരു മിനിമം ഒരു അച്ഛൻ മകനോട് സംസാരിക്കുന്ന അമ്മ. ഇവിടെ എങ്ങനത്തെ ഒരു ശാസനകളുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത്? അത് പറഞ്ഞാൽ കേൾക്കുമോ? സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിലുണ്ടല്ലേ? സിനിമയിലുണ്ട്, വീട്ടിലില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ആവശ്യം വേണ്ടി വന്നിട്ടില്ല നിങ്ങൾ രണ്ടുപേരും? ഒരു ഈ ബോണ്ട് ഉണ്ടല്ലോ, ഇതൊരു സിനിമ ആക്കണമെങ്കിൽ ആ സിനിമയുടെ ജോണർ എന്തായിരിക്കും? ആശകളായിരുന്നു. നോ, സീരിയസ്ലി, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നൈസ്. ആൻഡ് ഒരു റിലീസ്, അവനോട് സ്വന്തം സിനിമ കണ്ടിട്ടേ ഇരുന്ന് കരയാറുണ്ടോ എപ്പോഴെങ്കിലും? TV കണ്ടിട്ട് ഇമോഷണൽ സീൻ വരുമ്പോൾ എങ്ങനെയും കരഞ്ഞിട്ടുണ്ടോ? സ്വന്തം സിനിമ വരുമോ? ഏത് ഭയങ്കരമായിട്ട് സിനിമകൾ കാണുമ്പോ ആണോ? അടുത്ത കാലത്ത് മനസ്സ് തട്ടിയ ഒരു സിനിമ ഏതാ? അടുത്ത കാലത്തും അങ്ങനെയില്ല, ഇന്നൊന്നുമില്ല. പല സിനിമകളിലും പല ക്യാരക്ടേഴ്സും, പിന്നെ പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരെയും അവരുടെ ഡയലോഗുകൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര. അതെ, വലിയൊരു വിരഹം ഒരു വലിയ പ്രശ്നമായി നമ്മൾ വിട്ടുപോകുമ്പോഴേ. അയ്യോ, പിന്നെ അതെ, അതെ, അങ്ങനെ ചില ഫിലിംസ് കാണുമ്പോൾ തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്ന് ഏറ്റവും അധികം ഫീഡ്ബാക്ക് ക്രിട്ടിക്കാക്കി തരുന്നത് വീട്ടിലാരാ? മോളല്ലേ? യൂഷ്വലി എന്താ ഈ അടുത്ത കാലത്ത് താങ്കൾക്ക് ശരിക്കും വിഷമമായ ഒരു ഫീഡ്ബാക്ക് ഏതാ? ബ്രൂട്ടൽ നമ്മളെ കയ്യിലെടുത്ത് തരും. ജയറാമിന്റെ ചിരി ഉണ്ടല്ലോ, ഈ ചിരിക്ക് പല അർത്ഥങ്ങളുണ്ടോ വീട്ടില്? ഒന്ന് പറയോ? പലതരം ചിരികൾക്ക് പലതരം നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഇപ്പൊ ചിരിച്ചത് ഇനിയിപ്പോ ഇപ്പൊ ഇന്റർവ്യൂ എത്ര മണിക്ക് തീരുന്നുള്ള തന്നെ ശരിയായത്. ഇനി അടുത്തത് അത്രേ ഉള്ളൂ. ഇപ്പൊ അതാ. പക്ഷെ വീട്ടിലിരിക്കുമ്പോ ഒരു ചിരി അങ്ങനൊന്നുമില്ല. ഇല്ല. ഒരു രണ്ടുപേരും കൂടി ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുമ്പോഴേ രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരാളെ ഒഴിവാക്കാനാണെങ്കിലും നമ്മൾ ചിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതെങ്ങനെ ചിരിക്കുക? അതിപ്പോ എന്തെങ്കിലും ഇപ്പൊ കൊറേ നേരമായി ആള് പോകുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അതല്ല പറഞ്ഞു, അതല്ല അങ്ങനെ ആണല്ലേ. പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി ഇതാക്കാം, അങ്ങനെയൊക്കെ നമ്മള് അത് ഒരാളെ ഒഴിവാക്കാൻ. ഇനി ഒരാള് ഒരു സിനിമ, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമല്ല, ഒരു കഥ വന്ന് തന്നു, ഇഷ്ടമായില്ല കഥ, അപ്പൊ ഇപ്പൊ ഒരു ചില സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിക്കുന്നവര് അതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോഴേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് നമുക്ക് ചേരുവില്ല, ഞാൻ ചെയ്തോട്ട് നന്നാവില്ല, അത് നമുക്ക് ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞും ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഈ ചിരിയൊക്കെ ഉപകാരപ്പെടാറില്ല. കലക്കി തകർത്തു എന്തിനധികം കേൾക്കണത്, എന്തിന് 2.5 മണിക്കൂർ തകർത്തില്ല ഇപ്പൊ തന്നെ. ആഹാ കൊടുകൈ അങ്ങനെ ഞാൻ വിളിക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയും. ജനറേഷൻ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല. പിന്നെ സംടൈംസ് ഈ ചിരിയല്ല, ഒരു മനസ്സിൽ ചിലപ്പോൾ ചിരിച്ചേ പറ്റുന്ന മനസ്സിൽ നമ്മൾ നടന്മാർക്കുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സീനായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടി വരിക. പക്ഷേ നിങ്ങൾ നല്ലൊരു തമാശ അനുഭവത്തിൽ നിന്നാണ് വരണേ. ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ചിരി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, എന്റെ കൂടെ ഊർവശി അഭിനയിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കര ഒരു അല്ലാതെ ഒരുപാട് ചിരിക്കും. ഇപ്പൊ ഒരു സിനിമ ഞങ്ങള് നായകന്മാരായിട്ട് തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലിങ്ങനെ തന്നെയാണ്, എല്ലാ സീനിലും ഉർവശി എന്തെങ്കിലും പറയുമ്പോൾ ചിരി തുടങ്ങും, എല്ലാവരും ചിരി തുടങ്ങും, ഞാൻ ചിരി തുടങ്ങും. അത് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന സിനിമ. വെരി നൈസ്. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതിന് പേരുണ്ടോ സിനിമയ്ക്ക്? പേരിട്ടിട്ടില്ല. ലാസ്റ്റ് ഏതാ മധുചന്ദ്രയിലേക്ക് ചെയ്ത്? ഓക്കെ അല്ല, അതെ. ഒരു ഇത് പുത്തൻ പുതുകാല. അത് ശരിയാ, കറക്റ്റ്, ഗുഡ്. ഒരു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടിങ്ങിന് ഇറങ്ങുമ്പോഴേ ആരാ ആദ്യം റെഡി ആവുക? അക്സെപ്റ്റ് ചെയ്തേ പറ്റും. വെരി ഗുഡ്. അത് മറ്റേ ബാക്കിലേക്കാ. 8 മണിക്ക് ഷൂട്ടാണെങ്കിൽ 7 മണിക്ക് മേക്കപ്പ് ഇടണം, 6 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം, 5 മണിക്ക് എണീക്കണം, അങ്ങനെ ബാക്കിലേക്കാ. 8 മണിക്ക് ഷൂട്ടാണെങ്കിൽ 7:45 എണീറ്റാൽ മതി. എനിക്ക് 7:50 റെഡി ആയാൽ മതി. ദേഷ്യം വരും അപ്പോൾ? അപ്പോൾ ദേഷ്യം വരാറില്ല അല്ലേ? കുറവാണ്. ഭാഗ്യവാൻ. നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ ഒരു ബോണ്ടിൽ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് ചില സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ അത് നിവൃത്തിയില്ല, നിങ്ങൾ സഹിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ മ്യൂച്വൽ? ഈ ടൈമിന് കറക്റ്റ് ഒരുപാട് പ്ലാനിങ്, ഇത്രയും പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം. ഈ വിദേശ യാത്രക്ക് പോകുമ്പോഴേ നമുക്കൊക്കെ ഒരു സമയമുണ്ട്, പക്ഷെ അത് തെറ്റാറുണ്ടോ? ദേഷ്യം നമ്മളൊരു ഇറിറ്റേഷൻ വരില്ലേ? അപ്പോൾ കുറേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയി പല നമ്മുടെ പുതിയ കാഴ്ചകൾ കാണുക, അത് ചെയ്യുക. അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് മോർണിംഗ് നേരത്തെ എണീച്ച് 6 മണി തൊട്ട്. അതൊക്കെ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഫിൻലാൻഡിലേക്ക് പോയി. അവിടെ 1 hour സൺലൈറ്റ് വരുള്ളൂ. ഉച്ചക്ക് 1/2 മണിക്കൂർ, ഉച്ചക്ക് 2 മണി to 2:30 വരെ വരുള്ളൂ. രാവിലെ 5 മണിക്ക് സൺറൈസ് കാണാന്ന് പറഞ്ഞ് വിളിക്കുക. സമയം 5 മണി. എനിക്ക് മൊത്തം ഇരുട്ടായിരുന്നു അവിടെ. നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ലൈഫ് സ്വൈപ്പ് ഒരു ദിവസം -28 ആയിരുന്നേ. -28 ആയിരുന്നു. കയ്യൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ചില പരിപാടികൾക്ക് ഇവരായിട്ട് ഒപ്പിക്കും, ഇവരതൊക്കെ എൻജോയ് ചെയ്യും. നമ്മൾ ഈ വയസ്സാം കാലത്ത് മഞ്ഞിനകത്തെ കൂടെ, അതായത് സ്നോ മൊബൈൽ റൈഡ്. അപ്പൊ ഞങ്ങൾ 6 പേരുണ്ട്, ഞാന്, താരിണി, അമ്മ, അപ്പ, ചക്കിയും അളിയനും. അപ്പൊ ഞങ്ങള് 3 സ്നോ മൊബൈൽ എടുത്തു. അവിടെ ചെന്നപ്പോ തന്നെ അവര് പറഞ്ഞു, എന്നെ കണ്ടപ്പോ തന്നെ അങ്ങനെയല്ല പറഞ്ഞത്. ഹീറ്റിംഗ്സ് ഇത് അവര് പറഞ്ഞു ഇപ്പൊ ടെമ്പറേച്ചർ ഇസ് -28. So when you're riding the snowmobile, the temperature is going to go even more down. So you're going to feel as if it's -40. അവരങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അകത്ത് മറ്റേ തെർമൽ ഹീറ്റിംഗ് പാഡ് വെക്കണം. ഇതൊക്കെ കേട്ടിട്ട് അപ്പ മോനെ ഞാൻ പെരുമ്പാവൂർ ഇതൊക്കെ എത്ര കണ്ടത്, പെരുമ്പാവൂർ കണ്ടാന്ന് പറഞ്ഞില്ല. അത് ഒരു കാര്യമില്ലായിരുന്നു, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാലിൽ വെക്കുന്ന സാധനത്തിന് $20, ഇപ്പുറത്തെ കാലിൽ $20, കയ്യിലുണ്ട് വെക്കാൻ 10. അത് കണ്ണാ ഇത് പറ്റിക്കാൻ വേണ്ടിട്ട് ഇതൊന്നും വെച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മളിതൊക്കെ എത്ര കണ്ടാ. പെരുമ്പാവൂർ പറഞ്ഞു
നമ്മള് പെരുമ്പാവൂര് പിന്നെ ബോയ്സ് ഹൈ സ്കൂൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അതിലേക്ക് പോയി. നമുക്ക് വാ ഇതൊക്കെ എത്ര ഈ ആരോഗ്യമൊക്കെ എത്ര പിന്നെ തുടങ്ങി പോയി ഇവരുടെ കൂടെ സ്നോ മൊബൈലിൽ കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതപ്പോ തീരും. ഇവരൊക്കെ പ്രോപ്പർ ഡ്രസ്സിംഗ് ആയിരുന്നു. ഞാൻ വെറുതെ കയറി ഇരുന്നതാ. നോക്കിയപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ സാന്റാ ക്ലോസിനെ പോലെ ഇവിടെ കണ്ണ് മാത്രം കാണാം, ബാക്കി മൊത്തം വെള്ള കളറിലിരിക്കുന്നു. അത് ഇത് എല്ലാം ഫ്രോസൺ, വായിലൊക്കെ ഈ നമ്മുടെ ഉമിനീരില്ലേ, എന്നിട്ട് അതൊക്കെ ഫ്രോസൺ ആയിട്ട് വാ തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്നിട്ട് പോയി കുറച്ചു ദൂരം പോയി. അപ്പൊ ഫ്രണ്ടില് ഇതിന്റെ മെയിൻ ഗൈഡ് പോകുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി അവിടുന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മൂൺ ഹേലോ, അത് ഭയങ്കര റയറാ. അപ്പൊ മൂണിന്റെ ഇവിടുന്ന് ഫുൾ ഹേലോ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു ആർ യു ഏബിൾ ടു സീ ദ ഹേലോ ദാറ്റ്സ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുകയാണേ. അപ്പൊ അവര് പറഞ്ഞു സർ ആർ യു ഏബിൾ ടു സീ ദ ഹേലോ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ ഞങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോകണല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ ആ ഹേലോ ഒക്കെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് പിണ്ണാക്കെങ്കിലും ആവട്ടെ പെട്ടെന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഈ മദാമ എവിടെ നിന്ന് വന്നു, ഹായ് ആർ യു കംഫർട്ടബിൾ, തേങ്ങ കൊല, ഇനി എത്ര നേരം ഉണ്ടെന്ന് ചോദിച്ചു. ഇനി എഗെയിൻ 1 hour, തിരിച്ച് 3 hour എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പാ എന്നെ ഇപ്പൊ തിരികെ വണ്ടി അല്ലെ ചത്തു. ലാസ്റ്റ് മറ്റേ ഇന്നസെന്റിനെ അടുപ്പിന്റെ അവിടെ കൊണ്ടുപോയി പോലെ അത് നല്ല സ്റ്റോറി ആയിരുന്നു. സാധാരണ നിങ്ങൾക്ക് അഭിനയൊന്നും പഠിക്കണ്ടല്ലോ, പക്ഷെ വീട്ടിൽ നിന്നും ചില മാനറിസംസ് നിങ്ങൾക്ക് സിനിമയിലേക്ക് ഉപകാരമായിട്ടുണ്ടോ, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ? അത് ഈ പടത്തിൽ ആക്ട് ചെയ്യേണ്ടി വന്നില്ല. വെരി നാച്ചുറൽ, വെരി ഗുഡ്, വെരി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സിനിമ, അതായത് വളരെ വലിയ ബിഗ് ബഡ്ജറ്റ് പടട്ടെ, പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ല, നിങ്ങളവിടെ കൊണ്ടിട്ടു രണ്ടാളെ, ആരായിരിക്കും ആദ്യം സർവൈവ് ചെയ്ത് പുറത്തേക്ക് വരിക? കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇല്ല അല്ലേ? കുറവാണ്. കുറവാ. ഇല്ല ചെയ്തിട്ടില്ല. അത് ഒറിജിനലി അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഏറ്റവും അധികം പുതിയ സാധനങ്ങളോട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തത് അച്ഛനാണോ മകനാണോ? ഞാനായിരിക്കും. അല്ലേ? അതായത് താങ്കൾ കുറച്ച് ഓൾഡ് സ്കൂൾ ഉണ്ട് ഇപ്പോഴും. ഇല്ല, കുറച്ചും കൂടെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ. അതെ. ഈ മക്കളെ വരുമ്പോൾ, മകൻ മകൾ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അതിൽ യാതൊരു വക പാർഷ്യാലിറ്റി ഇല്ലാന്ന്. എന്നിരുന്നാൽ പോലും എപ്പോഴെങ്കിലും കുറച്ച് സ്നേഹം ചക്കിയോട് കൂടുതലുണ്ടായിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല. ചക്കി പറയും എൻ്റെ അടുത്താണ്. ഇപ്പൊ ജയറാം തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ, ഇപ്പൊ ഐ മീൻ ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷം എന്നൊരു സിറ്റിൽ നിന്നും തിരിച്ചിപ്പോൾ ഈ വിളിക്ക് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേർക്കുണ്ട്, ബോത്ത് ഓഫ് യു വെർ പാർട്ട് ഓഫ് ദ ജേർണി. വാട്ട് ഈസ് ദാറ്റ് ഒരു ഐ എം ഹാപ്പി, യുനോ ഞാൻ സന്തുഷ്ടനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താ? അല്ല, അങ്ങനെ നമുക്ക് ജീവിതത്തിലെല്ലാം ഞാൻ ഹാപ്പിയാണ്, എനിക്കത് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ എല്ലാം ഉണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ കരിയറിൽ നോക്കിയാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആദ്യത്തെ സിനിമയിൽ വരുമ്പോൾ ഒരു സിനിമ, അതും പത്മരാജ സാറിനെ പോലത്തെ ഇത്രയും വലിയ ഡയറക്ടറോട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അന്ന് വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഒരു കൈക്കുമ്പിളിൽ നിന്നുള്ളത് മാത്രമാണ് ദൈവമേ എന്ന് ആഗ്രഹിച്ചത്. അതൊക്കെ നോക്കുമ്പോൾ ഈ 10-38 വർഷവും മുഖത്ത് ചായം തേക്കാനുള്ള ഒരു ഭാഗ്യം, ഇന്നും ജോലിക്ക് പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം തരുന്നു. അതൊക്കെ എല്ലാ എന്താ പറയാ ലാംഗ്വേജിലും അത് കിട്ടുന്നു, പോകാൻ പറ്റുന്നു. പുതിയ പുതിയ ഭാഷകൾ, പുതിയ പുതിയ ആളുകൾ, ഡെയിലി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇന്നും സിനിമ ചെയ്യാൻ പറ്റുന്നു, ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആഗ്രഹിച്ചത് ഇത്രയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ 100% ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. അതെ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വെച്ചെങ്കിൽ വാട്ട് ഈസ് ഇത് അച്ഛൻ്റെ ഒരു 36 വർഷം, കണ്ണൻ ഇനി മുന്നോട്ട് കുറേ പോകാനുണ്ട്. അപ്പോൾ ചില സമയത്ത് ചിലത് തോന്നുന്നുണ്ടോ, ഇത് അങ്ങനെ ഒരു ഗോൾ വെക്കാറുണ്ടോ, 5 കൊല്ലം ഞാൻ ഇവിടെ, അങ്ങനെ സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നിരുന്നാലും സംതിങ് ദാറ്റ് യു വാണ്ടഡ് ടു ഡു വിച്ച് യു ഹാവ് നോട്ട് ഡൺ യെറ്റ്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ ഡ്രീം ആണ് ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഐ എം വെരി ഹാപ്പി, ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഇതിനു മുമ്പും ചില ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഐ എം ഫോർച്ചുനേറ്റ് ഇനഫ് നോട്ട് ടു ഡു ഫിലിംസ് ഫോർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. താങ്ക്ഫുള്ളി ഐ എം ഇൻ എ ഗുഡ് ഫൈനാൻഷ്യൽ പ്ലേസ്. അപ്പം ഞാൻ എൻ്റെ പാഷന് അതിനനുസരിച്ചുള്ള ഒരു സിനിമ വരുമ്പോൾ എനിക്ക് ചെയ്താൽ മതി. അതുവരെ എനിക്ക് ഐ എം ഹാപ്പി ബീയിങ് ബൈ മൈ സെൽഫ്, ഡൂയിങ് മൈ ഓൺ തിങ്. അങ്ങനെ നല്ല സിനിമ വരുമ്പോൾ ചെയ്താൽ മതി. പക്ഷേ താങ്ക്ഫുള്ളി ഐ എം ഗെറ്റിംഗ് ദാറ്റ്. അതൊരു ഭാഗ്യമാണ്. ഈ സിനിമ തന്നെ ഞാൻ പറയുന്നത്, ഈ സിനിമ തന്നെ ജൂഡ് എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇതിലൂടെ അകത്തേക്ക് വരിക. നല്ല റൈറ്റർ അരവിന്ദ്, പിന്നെ പ്രജിത്തിനെ പോലത്തെ ഒരു ബ്രില്യൻ്റ് ഡയറക്ടർ ഇതിനകത്തേക്ക് വരിക, ഗോകുലം പോലത്തെ ഒരു പ്രൊഡക്ഷൻ ഇതിനകത്തേക്ക് വരിക.
അതാണല്ലോ ഏറ്റവും മെയിൻ. അതെ, സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കണത് മാർക്കറ്റ് ചെയ്ത്. ഇതിനകത്തൊരു സ്പാർക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നി. ജൂഡ് പറഞ്ഞപ്പോൾ തോന്നി, കണ്ണന് തോന്നി, എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല സിനിമകൾ എടുക്കുന്ന ഇപ്പോഴത്തെ ഒരു കറണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രൊഡ്യൂസർ നമുക്ക് കേൾപ്പിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗോകുലത്തിനെ ഏൽപ്പിച്ചു. ഗോപാലേട്ടൻ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വായിച്ചിട്ട് അപ്പം തന്നെ ഗോപാലേട്ടൻ സ്ട്രെയിറ്റ് വിളിച്ചു, ഇത് ഗോകുലം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തോന്നി, അപ്പൊ നമുക്ക് തോന്നിയ ഒരു സ്പാർക്ക് അവർക്കും തോന്നിക്കാണോ അതിനകത്ത്. അതുകൊണ്ടായിരിക്കും അത്. പിന്നെ നല്ല നല്ല ആർട്ടിസ്റ്റ്, ആശ ശരത്ത് വരുന്നു, നമ്മുടെ അഖിൽ NRD, ഈസ് വെരി ഫേമസ് ഓൺ ഇൻസ്റ്റാഗ്രാം. പിന്നെ പിഷാരടി, ഷറഫുദ്ദീൻ വന്നു. ഗുഡ് ഫിലിം. അപ്പൊ അതാണ് ആശകൾ 1000. ആരോ കമന്റിൽ ചോദിച്ചു, ആശകളായിരുന്നു ഒരാശ ശരത്തേ ഉള്ളൂ. ആശകളായിരുന്നു ഒരാശ ശരത്തേ ഉള്ളൂ അല്ലേ. ഇദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികൾ ഭയങ്കരല്ലേ ഇപ്പൊ? കഴിച്ചിട്ട് വേണ്ടേ? അങ്ങനൊന്നുമില്ല. ഇല്ല, പറഞ്ഞു ഉപ്പ് എത്ര അളവാന്നൊക്കെ ഒരു ചോദിക്കുന്നവൻ മെഷേർഡ് ആയിട്ട് കഴിക്കുന്നു. നന്നായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ അന്ന് കണ്ടേക്കാട് നല്ലോണം അങ്ങനൊന്നുമില്ല. ഇതിന്റെ അകത്ത് സാധനം ഉണ്ടോന്ന് എനിക്കറിയണം. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തും. പക്ഷെ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്. മെല്ലല്ല, ഹെൽത്തി ലുക്കാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് കുഞ്ഞിവാവയുടെ മുഖമായിട്ട് തോന്നുന്നത്. അത് അബ്ദുൽ കലാം സാറിന്റെ അടുത്തൊരു അവാർഡ് മേടിച്ചിട്ട് ഫോട്ടോ എന്തു ക്യൂട്ടായിരുന്നു. ഈ ചിരി ഇപ്പോഴും മാറില്ല അല്ലേ. കണ്ണൻ എനിക്ക് സത്യം പറഞ്ഞ അശ്വതി പറയാം, കണ്ണൻ വലുതായിട്ടില്ല. അതെ, വെരി നൈസ്. അപ്പൊ അങ്ങനെ ഈ ഒരു സായാഹ്നത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ച് നമ്മൾ ആശകളെ കുറിച്ച് സംസാരിക്കാൻ, വീടിനെ കുറിച്ച് സംസാരിച്ചു. എന്റെ വീട് ഇപ്പോഴും അത്ര ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം. വളരെ നല്ല വീടാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ ഹോം തിയേറ്ററിൽ ഹോം തിയേറ്റർ സിനിമ കാണണം. യെസ്, അത് തീർച്ചയായിട്ടും ആശകളായിരുന്നു തന്നെ ആവട്ടെ. അതിനുള്ളിൽ OTT-ൽ വരും. ഹോം തിയേറ്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഇദ്ദേഹം ഇങ്ങനെ പൈസയൊക്കെ സ്വരൂപിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണോ? എനിക്ക് ഹോം തിയേറ്റർ, പിന്നെ അത്യാവശ്യം വാച്ചസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സിനിമ ഞാൻ ആക്ച്വലി ഫ്രീ ആയിരിക്കുമ്പോ ഒക്കെ വീട്ടിലുള്ളവരെ വെച്ചിട്ട് തന്നെ ഷോർട്ട് ഫിലിംസ് ചുമ്മാ ചെയ്യും. എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യും. ചക്കിയാണ് എന്റെ മെയിൻ ആക്ടർ, കമ്പനി ആർട്ടിസ്റ്റ്. ഞാൻ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ തന്നെ ക്യാമറ. സിനിമയില് ആരായിരിക്കും ഇതിൽ വില്ലൻ, ആരാ ഹീറോയിൻ? ചക്കി ഡബിൾ റോൾ ചെയ്യും. 4 റോളൊക്കെ ചില സിനിമയിൽ ചക്കി തന്നെ വില്ലൻ. ആ പാവത്തിന് മീശയൊക്കെ വരപ്പിച്ച് ചില ഗണ്ണൊക്കെ കൊടുത്തിട്ട് ലുങ്കിയെ കൊടുത്തു. ഞങ്ങള് പല ജോണറിൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻ, ഹൊറർ, കോമഡി, റൊമാൻസ്. രാത്രി പ്രേതമായിട്ട് ചക്കി തന്നെയാ കൊല്ലാൻ വരുന്നതും ചക്കി കൊല്ലുന്നതും ചക്കിയെ തന്നെയാ. അതായത് 2 പോയിന്റ് ഓഫ് വ്യൂ ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യും. നോക്കി, ഇത് സിനിമകളുടെ ജീന. സത്യം പറഞ്ഞ അതന്നെ. നിങ്ങൾ എന്താ പരസ്യം വിളിക്കുന്നത്? ചിമ്പും പരസ്പരം തിരിച്ചു വിളിക്കുന്ന ചിമ്പും ചാംസും അല്ലേ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ, ആള് പോയി മാഞ്ചസ്റ്ററിലേക്ക്. അതാണ് അതെന്റെ ഈ മകള് വീട്ടിൽ നിന്ന് പോകുമ്പോണ്ടല്ലോ, ഒരു പെട്ടെന്ന് വേറൊരു മകൾ ഇവിടെ ഉണ്ട്, എന്നാലും പെട്ടെന്ന് ഈ ഒരു കലപില മാറി ഒരു വിഷമം തോന്നും. അല്ല, ഇപ്പൊ വേറെ കുഴപ്പമായി. സ്ഥിരമായിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ. ഓൾറെഡി വരണ്ടല്ലേ? അല്ല, ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അങ്ങനെ മിസ്സിംഗ് ഇല്ല. ഇപ്പൊ പഴയ പോലെ ഫോണിലൊക്കെ കണ്ടെന്നാലും അതെ, പണ്ടത്തെ മാതിരിയല്ല. എന്നാലും വീട്ടിലെടുത്ത് ഇപ്പൊ ഞാൻ അവളെ മിസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അതാണ്. പിന്നെ എന്താ വെച്ചാല് മോൻ കിച്ചു ഒരു എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്, വെർജിൻ അറ്റ്ലാന്റിക് എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവർക്ക് ഈ കമ്പനി ട്രാവൽ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ട്രാവൽ ചെയ്യാം, ഫ്ലൈ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. അടുത്ത വെക്കേഷൻ എങ്ങടാ? ഫിൻലാൻഡ് അല്ല എന്തായാലും. ഞാൻ റെഡിയാ. പക്ഷെ മറ്റേ സ്ഥാനത്ത് കേട്ടിരുന്നു മാത്രം. അത് കഴിഞ്ഞിട്ട് വേറൊരു കോമഡി ആയി. ഹസ്കി റൈഡ്, അതായത് സൈബീരിയൻ ഹസ്കിയുടെ വണ്ടിയില് പോണ. അത് ബേസിക്കലി ഇതിനേക്കാളും കുഴപ്പമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഹസ്കി റൈഡ് എന്ന് പറയുന്ന സ്ലെഡ്ജ് എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർ സ്പോർട്ടാ. സോ അതിൽ നിൽക്കണമെങ്കിൽ നല്ല കോർ സ്റ്റെബിലിറ്റിയും പ്രോപ്പർ സ്ട്രെങ്ത്തും വേണം. അപ്പൊ 2 പേർക്ക് ചെന്നപ്പോ തന്നെ അശ്വതിയും ചക്കിയും സെന്റിമെന്റലായി. നിങ്ങളെ കെട്ടിയ വണ്ടിയിൽ നമ്മളുടെ വെയിറ്റ് കയറി നിങ്ങൾ വലിപ്പിച്ചത് വേണ്ട, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല പൈസ കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്തായാലും പൈസ കൊടുത്ത് ഇത്രയും ചെയ്തതല്ലേ. അല്ല, പിന്നെ ദോസ് ഡോഗ്സ് ആർ വർക്കിംഗ് ബ്രീഡ്, വർക്കിംഗ് ഡോഗ്സ്. സോ അവരത് റെഡി ആയിട്ടിരിക്കുക. സോ ആൻഡ് ഒരുപാട് ഡോഗ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-10 ഡോഗ്സിനെ കെട്ടിയിട്ടുള്ള വണ്ടിയിലാണ് ഒരാളെ വലിക്കുന്നത്. പിന്നെ ആര് വണ്ടി ഓടിക്കുന്നുള്ളത്? ഒരാള് മറ്റേ തൊട്ടി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരിക്കണം, ഒരാൾ ഓടിക്കണം.
കണ്ണൻ ഒരെണ്ണം കയറി. ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാം, കാരണം താരനെ ഇരിക്കുമായിരുന്നു. അമ്മ ഓൾറെഡി ഇരുന്നു. അപ്പ കേറി മറ്റേ പുറയിൽ നിന്നു. മറ്റേത് ഭയങ്കര കൺഫ്യൂഷൻ. അളിയനും ചക്കയും ഡിസ്കഷൻ പുറയിരുന്ന്, നീ ഓടിക്കുന്നോ അതോ ഞാൻ? അപ്പൊ അളിയൻ പറയുന്നു, നോ മുത്തേ, ഐ തിങ്ക് ഐ ഷുഡ് ബി ഡ്രൈവിംഗ് ബിക്കോസ് ഐ ഹാവ് ബെറ്റർ ചക്ക നീ മിണ്ടായിരിക്കും, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് ചക്കി അളിയനെ ഇരുത്തിയിട്ട് ചക്കി പുറകെ കയറി നിന്നു ഓടിക്കാൻ. അപ്പൊ ഇവരെന്റെ പുറകെ പോവാണ്. ഇതിപ്പോ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് പറ്റാണ്ടായി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തി. ഞാനിപ്പോ വീഴും, കാരണം പറ്റുന്നില്ല സ്ട്രെങ്ത്തിൽ പിടിച്ചു നിർത്താൻ. അതിന് ബ്രേക്ക് കാലില്ല. ഇത് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നിൽക്കുന്നത്. പിന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. നമ്മുടെ കൺട്രോൾ ഇല്ല. ഫ്രണ്ടിൽ വണ്ടിയുണ്ട്, നമ്മുടെ സ്പീഡ് കൂടി ആ വണ്ടിയിലേക്ക് ഡാഷ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. അപ്പത്തേക്ക് വണ്ടികളെല്ലാം നിന്നു. കാരണം ഫ്രണ്ടിൽ ഇവരാ പോകുന്നത്. അപ്പൊ വണ്ടി നിന്നു. അത് കഴിഞ്ഞ് അപ്പാക്ക് സാധനം ഇത് കിട്ടി, ഹാങ് കിട്ടി. അപ്പൊ ഞങ്ങള് നല്ല സ്പീഡിൽ വിട്ടു പോവാ. പോയിക്കൊണ്ടിരുന്നപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യാം, പുറയിൽ എന്തോ ഒരു കാറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. നോക്കിയപ്പോ ഒരു വണ്ടി ആരുമില്ല, വണ്ടിയും ആളും ഇല്ലാതെ ഒരു വണ്ടി, അളിയ മാത്രം. പ്ലീസ് സേവ് മീ, വണ്ടി മാത്രം പോയി. ചക്കി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചാടി ഭർത്താവിൽ വെച്ചു. ആ പുള്ളി ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ പോവാ, ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയില് പട്ടികൾ മാത്രം വെച്ചോണ്ട് ആ വഴി പോവാ. വേറെ റൂട്ട് എടുത്തു സിനിമ. എന്നിട്ട് അവര് മൊത്തം വണ്ടികൾ നിർത്തി. നിങ്ങളുടെ ഒരാള് ആ കുഴിക്കകത്ത് കിടപ്പുണ്ട്, മഞ്ഞിനകത്ത്. അത് എടുത്തോണ്ട് വന്നിട്ട് അവർക്ക് ദേഷ്യായി. അതായത് ഇതുപോലും ഞങ്ങക്ക് ചെയ്യാൻ വയ്യ, പിന്നെ എന്തിനാ ബുക്ക് ചെയ്തെന്നൊക്കെ ചോദിച്ചു. കാണുമ്പോ വളരെ ഈസിയാന്ന് വിചാരിക്കും. അതെ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ കാണുമ്പോൾ ഞാൻ വെച്ചു, വാവ് എന്ത് രസം, എന്തായിരുന്നല്ലേ, സമാധാനം. പക്ഷെ നല്ല എക്സ്പീരിയൻസ്, ഭയങ്കര എക്സ്പീരിയൻസ്. നോർത്തേൺ ലൈറ്റ്സ്. ഇതിപ്പോ ഞാൻ ടൊവിനോന്റെ നോർത്തേൺ ലൈറ്റ്സിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയി കണ്ടതാണല്ലോ. ഐ സ്റ്റിൽ റിമെമ്പർ ഓൾ ഓഫ് യു ഇൻ ദാറ്റ് ഫോട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്. അതൊക്കെ എന്റെ അമ്മയുടെയും ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. താങ്കളുടെ ബക്കറ്റ് ലിസ്റ്റ് എന്താ? ഇവരുടെ കൂടെ പോവാ, ഇവര് പറയുന്നത് ചെയ്യാ, അത് തന്നെ. ആക്ച്വലി അതും ഒരു കഥയുണ്ട്, അതും പറയട്ടെ. നോർത്തേൺ ലൈറ്റ്സിന്റെ കഥയായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ട്, അതായത് ഇതിന് ആപ്പൊക്കെ ഉണ്ട്, നോർത്തേൺ ലൈറ്റ്സ് ട്രാക്ക് ചെയ്യുക. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയിട്ടാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മൾ അവിടെ ഒരു വീട് റെന്റിനെടുത്ത് അവിടെ താമസിക്കായിരുന്നു. അവിടെ ചെന്നോടനെ തണുപ്പാന്ന് പറഞ്ഞിട്ട് സാധനം മരുന്നടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പെട്ടെന്ന് ഈ സാധനം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് സാധനം എന്താന്ന് കൂടി പറഞ്ഞുതരാം. അവിടെ ഇവിടെ വരില്ല, റം വിത്ത് ഹോട്ട് കോഫി. ഇതുപോലെ ബ്ലോഗിന്ന് അതിന്റെ പേര്. അപ്പൊ അതൊന്നും അല്ല, വേറെ എന്തൊക്കെ കുറെ അടിച്ചോണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി സാധനം കണ്ടപ്പോഴത്തേക്കും ഈ ഗ്ലാസ് ആയിട്ട് പുറത്ത്, ഇതാണല്ലേ നോർത്തേൺ ലൈറ്റ്സ്. ഒരു മുണ്ടും ഒരു ടീഷർട്ട് ഇട്ടിട്ട് -20 ഇവര് അയ്യോ ഓടിവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി. ഞാനും കാലിൽ ചെരുപ്പ് വിട്ടിട്ടില്ല. ഇത് എന്തായാലും ഒന്നും അറിയില്ല. റമ്മ് കോഫി കളിച്ചോണ്ടിരിക്കാൻ പാടില്ലേ. ഇതന്നെ നിങ്ങൾക്കൊരു കഥ എഴുതാം. ഈശ്വര, ഇതായിരുന്നു ബെസ്റ്റ് ഹോളിഡേ നിങ്ങളുടെ ലൈഫില്? ഫിൻലൻഡ് ഭയങ്കര രസമായിരുന്നു. അതെ. ഇദ്ദേഹം ഷോപ്പിങ്ങിനൊക്കെ മുമ്പ് ഇൻഡു അങ്ങനെ കൺവേർട്ട് ചെയ്യോ? ഇല്ല. മൂപ്പർക്ക് എന്താ ഇഷ്ടം? ട്രാവൽ ചെയ്ത് എന്തെങ്കിലും മേടിക്കാൻ ഇഷ്ടമാണോ? വീട്ടിലേക്ക് അവിടുത്തെ കൾച്ചർ അതൊക്കെ. അപ്പ എന്ത് സന്തോഷം എനിക്കെന്നറിയോ. എത്ര കഥ ഞാൻ നിർത്താന്ന് വെച്ചപ്പോ നിർത്തിയിട്ടില്ല, നമ്മള് പിന്നെ കഥകൾ വന്നോണ്ടിരിക്കുക. പക്ഷെ ഇതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഹോളിഡേ എന്ന് പറയുന്നത് ഫിൻലൻഡ് ആയിരുന്നുണ്ടോ? ഈച്ച് ഹോളിഡേ പോകുമ്പോൾ ഇവൻ ആദ്യത്തെ സിനിമയില് അവന്റെ ഇത് കിട്ടിയപ്പോ നിങ്ങൾക്ക് സർപ്രൈസ് സ്വിറ്റ്സർലൻഡ് അല്ലേ? അതൊന്ന് പറയോ? അതും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അത് പറഞ്ഞില്ല. ഞങ്ങളുടെ താഴത്ത് പറഞ്ഞില്ല. കണ്ണന് ഫസ്റ്റ് റെമ്യൂണറേഷൻ സിനിമയിൽ നിന്ന് കിട്ടിയപ്പോ പറഞ്ഞു, അപ്പ എല്ലാ ഹോളിഡേസിന് എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാറില്ലേ, ഇപ്രാവശ്യം എന്റെ വകയാണ്, എവിടെയാണെന്നൊന്നും ഞാൻ പറയില്ല. അപ്പൊ കണ്ണൻ ഇത് എവിടെയോ നോക്കി സ്വിറ്റ്സർലൻഡില് ജനീവന്ന് മേളിലേക്ക് പോകണം. ജനീവന്ന് 3 hours ഡ്രൈവ്. ആൽപ്സിലായിരുന്നു. പക്ഷെ അത് അത്രയും തണുപ്പില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. കാരണം മുണ്ടെടുത്തിട്ട് ഇതെന്ത് പിണ്ണാക്ക അങ്ങനില്ല. എന്നിട്ട് ആ മുണ്ട് പൊളച്ച് പൊതച്ചു. എന്നിട്ട് അത് ഊരിട്ട് ഫുൾ പൊതച്ചിട്ട് ഫോട്ടോ എടുത്തു.
ഇതിലൊക്കെ അശ്വതിയുടെ ഒരു ഇതെങ്ങനെയാ ഈ വക സംഭവം നടക്കുമ്പോ മുണ്ട് അമ്മയ്ക്ക് വേറെ വഴിയില്ലല്ലോ. അതെ സഹിച്ചേ പറ്റൂ. അപ്പൊ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് ഇതുപോലെ ആൽപ്സിൽ ബുക്ക് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഞാൻ ക്രിസ്മസ് ടൈമിൽ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു പാഠം പഠിച്ചത്. ക്രിസ്മസിൽ നമ്മുടെ നാട്ടിൽ മാത്രമേ എല്ലാവരും റോട്ടിലിറങ്ങി കരോള് പാടി ഇതൊക്കെ ചെയ്യുള്ളൂ. അവിടെ എല്ലാവരും വീട്ടിനകത്തിരിക്കുകയുള്ളൂ. മൊത്തം അതായത് മറ്റേ ഡെസേർട്ടഡ് ആയിട്ട് ആരും ഒരു കടയോ ഓപ്പൺ. യൂറോപ്യൻ ക്രിസ്മസ് വലിയ കാര്യമായിട്ട് കേട്ടതാ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോയത്. ഞാനും അതെ വിചാരിച്ചത്. എന്തായിരിക്കും അവിടെ. പക്ഷെ ചില ഈ ക്രിസ്മസ് മാർക്കറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു സെലിബ്രേഷനോ. അതെ, ഞാൻ ആ സെലിബ്രേഷൻ ഞാൻ കണ്ടത് ലിസ്ബണിലാട്ടോ. ഭയങ്കര സന്തോഷം. ചില സ്ഥലങ്ങളിലുണ്ട്. അതെ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ പോയപ്പോഴത്തേക്കും നമ്മള് ശരിക്കും ആ ക്രിസ്മസ് ഫാദറിന്റെ സ്ഥലം അത് ശരിക്കും ഫാദറിന്റെ അവിടെ പോയി നൈറ്റ് 12 മണിക്ക്. അപ്പോ ഇപ്പൊ ചിരി തുടങ്ങിയേ എന്നോട് പോവാനായി. പോവാറായി, ഞാൻ പോട്ടെ. അപ്പൊ 6-ാം തീയതി ഷോ പോയി തീർച്ച കണ്ട് ഞാൻ വിളിക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തിന് ഞാൻ കൂടുതൽ വർത്താനം ഞാൻ ഫോൺ ചെയ്ത് വർത്താനം പറയാം. ഹലോ ഒരു വിളിയുണ്ട്, അതിൽ എത്തും ഒരു ന്യൂ ഇയറും എല്ലാം. നമസ്കാരം. ഞങ്ങൾ വളരെ ഇതാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ പറയണം. ഈ വീട്ടില് ജയറാമിന്റെ എല്ലാ നല്ല കാര്യം. ജയറാമിന്റെ കല്യാണത്തിന് ഞാൻ ഗുരുവായൂരുണ്ടായിരുന്നു. അന്ന് എന്റെ ഏട്ടന്റെ കല്യാണമായിരുന്നു. ജയറാം വിളിച്ചിട്ടല്ല കേട്ടോ, ഞാൻ ആ കല്യാണം അവിടെ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ അല്ലേ, 10 സെപ്റ്റംബർ 7 92 അന്ന് എൻ്റെ ഏട്ടൻ്റെയും കല്യാണമായിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ജയറാമിനെയും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മ, എൻ്റെ കുട്ടർ അമ്മ വധുവായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹോട്ടലിൽ നിന്ന് ഞാൻ അവിടെ താഴെ നിൽക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഈ വീട്ടിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ കഴിഞ്ഞ് ഫസ്റ്റ് ഫോൺ ഇന്റർവ്യൂ ഇവന്റെ. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മുടെ ക്വിസിന് വേണ്ടി എന്തൊരു ക്യൂട്ടായിരുന്നോ, എല്ലാവരും അച്ചോ എന്ന് വിളിക്കുന്നത്. അല്ല, അന്ന് ഏഷ്യാനെറ്റ്. പിന്നെ ചക്കിയുടെ കല്യാണം, ഇവന്റെ സംഗീത കല്യാണം, എല്ലാം എല്ലാം അമ്മയുടെ കുട്ടിയുടെ കൂടെ ഞാൻ മിക്കവാറും പൊങ്കാലയ്ക്ക് പോകും. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് എവറിത്തിങ് ഇൻ ദിസ് വീട്, എസ്പെഷ്യലി ആശകളായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.